അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 3 തിങ്കളാഴ്ച. ലഹരി വിരുദ്ധ ഭാരതം പടുത്തുയർത്താൻ ശ്രമം തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 29 കള്ളക്കടത്തുകാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തുവെന്നും യുവാക്കളെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് SSLC 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. സംസ്ഥാനമൊട്ടാകെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നുണ്ട്. മാർച്ച് 26-നാണ് പരീക്ഷകൾ അവസാനിക്കുക. വിദ്യാർത്ഥികൾക്ക് മന്ത്രി വി ശിവൻകുട്ടി വിജയാശംസകൾ നേർന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകൾ സ്വന്തം നിലയ്ക്ക് നിർമ്മിച്ചു നൽകുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനും സംസ്ഥാന പ്രസിഡന്റുമായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞെന്നും സർക്കാർ തീരുമാനത്തിനെ കുറെ കാത്തുനിന്നെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. റമദാന് ശേഷം വീടുകളുടെ നിർമ്മാണം തുടങ്ങുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത വേനൽമഴ. അരുവിക്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടർന്നതിനാൽ ഉച്ചകഴിഞ്ഞ് 3:30 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയത്തും ചോരാത്ത സമരവീര്യവുമായി ആശാ വർക്കർമാർ. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ടാർപോളിൻ ഉയർത്തിപ്പിടിച്ചാണ് സമരം ചെയ്യുന്ന പ്രവർത്തകർ നിന്നത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് കാണിച്ച് പോലീസ് ടാർപോളിൻ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്ന പരാതിയും സമരക്കാർക്ക് ഉണ്ട്. സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്ത് കനത്ത മഴ തുടരുന്നതിനിടെ ആശാവർക്കർമാർക്ക് കുടയും കോട്ടും വിതരണം ചെയ്യുകയും ചെയ്തു. ആശാവർക്കർമാർക്ക് നേരെ ഗൂഢ ശ്രമങ്ങളൊന്നുമുണ്ടാകാതെ കരുതൽ കണ്ണുകൾ വെക്കണമെന്ന് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആശാവർക്കർമാരെ ബുദ്ധിമുട്ടിപ്പിക്കാനാണ് സമരപ്പന്തൽ മറച്ചുകെട്ടിയ ടാർപോളിൻ ഷീറ്റ് പോലീസ് എടുത്തുമാറ്റിയതെന്നും പോലീസിനെ കൊണ്ട് സർക്കാർ ചെയ്യിപ്പിക്കുന്നതാണിതെന്നും ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ്. പാവപ്പെട്ട സഹോദരിമാർ മഴ നനഞ്ഞ് ഇരിക്കട്ടെ എന്നതാണ് ഇവരുടെ ചിന്തയെന്നും അത് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും മഴയും നനഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നാൽ അസുഖം പിടിച്ചെങ്കിലും സമരത്തിൽ നിന്ന് പിന്മാറട്ടെ എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ നേതാക്കളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ച് രാഹുൽ ഗാന്ധി. മുന്നിലുള്ള ലക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ അവർ ഒന്നായി നിലകൊള്ളുന്നു, ടീം കേരള എന്ന കുറിപ്പോടെയാണ് രാഹുൽ ഗാന്ധി ചിത്രം പോസ്റ്റ് ചെയ്തത്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ ഡൽഹിയിലെ യോഗത്തിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി വ്യത്യസ്തമായ ചിത്രം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത്. കേരളത്തിലെ വ്യവസായ രംഗത്തെ പുരോഗതി സംബന്ധിച്ച പ്രശംസ തിരുത്തി കോൺഗ്രസ് MP ശശി തരൂർ. സ്റ്റാർട്ടപ്പുകളിൽ കേരളത്തിന്റെ മുന്നേറ്റം കടലാസിൽ മാത്രം ഒതുങ്ങുന്നതാകരുതെന്നും കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെക്കുറിച്ചുള്ള കഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുപോലെയല്ല എന്നറിഞ്ഞത് ഞെട്ടിക്കുന്നുവെന്നും തരൂർ Xൽ പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 9 വർഷത്തിനിടെ കേരളത്തിൽ 42,000-ൽ ഏറെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അടച്ചുപൂട്ടിയെന്ന പത്രവാർത്ത പങ്കുവച്ചായിരുന്നു തരൂരിന്റെ പ്രതികരണം. ശശി തരൂരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. തരൂർ മാറ്റിപ്പറയാനും തിരുത്താനും തയ്യാറായതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. വലിയ അബദ്ധമൊന്നും ശശി തരൂർ പറഞ്ഞിട്ടില്ല, പറഞ്ഞതിനെല്ലാം അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടുമുണ്ട്. തരൂരിന്റെ വലിയ മനസ്സിന് നന്ദിയെന്നും K സുധാകരൻ പറഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രനും താനും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. ഇടതു സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾക്ക് മുല്ലപ്പള്ളിയെ ആവശ്യമുണ്ടെന്നും തങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണ് ഉണ്ടായിരുന്നതെന്നും ഇനി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും K സുധാകരൻ പറഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചുങ്കത്തറ ഭീഷണി പ്രസംഗത്തിൽ PV അൻവറിനെതിരെ കേസെടുത്ത് എടക്കര പോലീസ്.
തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി തലയടിച്ചു പൊട്ടിക്കുമെന്ന PV അൻവറിന്റെ പ്രസംഗത്തിനെതിരെ CPM നേതൃത്വം നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പാലിയേറ്റീവ് പരിചരണ രംഗത്ത് മറ്റൊരു സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കാനൊരുങ്ങി കേരളം. കേരള കെയർ എന്ന പേരിൽ പാലിയേറ്റീവ് സംവിധാനങ്ങളുടെ ഒരു കെയർ ഗ്രിഡിന് സംസ്ഥാന സർക്കാർ രൂപം നൽകുന്നു. ഇന്ന് രാവിലെ 11:30 നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് പാലിയേറ്റീവ് കെയർ ഗ്രിഡിന്റെ ലോഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് എന്നിവർ ഈ ചടങ്ങിൽ സന്നിഹിതരാകും. രാസലഹരിക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഒരുമിച്ചിറങ്ങണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളം പോലെ ഒരു സമൂഹത്തിന് നിശബ്ദമായിരിക്കാൻ കഴിയില്ലെന്നും ബിനോയ് വിശ്വം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ലഹരിക്കെതിരെ വിപുലമായ ജനകീയ പ്രക്ഷോഭമാണ് ഉയർന്നുവരേണ്ടതെന്നും ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട തിരൂർ സതീശന്റെ വെളിപ്പെടുത്തലിൽ ED അന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം EDക്കും ഇൻകം ടാക്സിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കത്ത് നൽകി. കൊടുങ്ങല്ലൂർ DYSP രാജീവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ED അടക്കമുള്ള ഏജൻസികൾക്ക് കത്ത് നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൃശൂർ BJP ഓഫീസിലേക്ക് കള്ളപ്പണം വന്നുവെന്നായിരുന്നു മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശന്റെ വെളിപ്പെടുത്തൽ. പത്തനംതിട്ട കലഞ്ഞൂരിൽ ഭാര്യയെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊന്നു. പാടം പടയണിപ്പാറ എരുത്താപ്പുഴ ബൈജു വിലാസത്തിൽ വൈഷ്ണവിയെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പാടം വിഷ്ണുഭവനിൽ വിഷ്ണുവിനെയുമാണ് വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു വെട്ടിക്കൊലപ്പെടുത്തിയത്. വിഷ്ണുവിന്റെ വാടക വീടിന്റെ മുന്നിലിട്ടാണ് രണ്ടുപേരെയും ബൈജു ആക്രമിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് പോലീസ് കണ്ടെടുത്തു. പ്രതികളുടെ വീട്ടിൽ ഇന്നലെ നടത്തിയ റെയ്ഡിലാണ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധം ലഭിച്ചത്. പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്നാണ് ആയുധം കിട്ടിയത്. പ്രധാന പ്രതിയുടെ വീട്ടിൽ ആദ്യം ആളുണ്ടായിരുന്നില്ല. പിന്നീട് വീട്ടുകാരെ വിളിച്ചു വരുത്തിയാണ് റെയ്ഡ് നടത്തിയത്. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന് വിവരം. പ്രധാന പ്രതിയുടെ പിതാവ് TP വധക്കേസ് പ്രതി TK രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തുവന്നിരിക്കുന്നത്. ഇയാൾ സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ കേസുകളിൽ പ്രതിയാണ്. ആക്രമണ സമയം ഇയാൾ സ്ഥലത്ത് ഉണ്ടായിരുന്നതായി ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു. ഷഹബാസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച നെഞ്ചക്ക് കിട്ടിയതും ഇയാളുടെ വീട്ടിൽ നിന്നാണ്. തിരുവനന്തപുരം വിതുരയിൽ പെൺകുട്ടിയോട് മോശം പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് 16-കാരനെ സമപ്രായക്കാരുടെ ക്രൂരമർദ്ദനം. കഴിഞ്ഞ മാസം 16-ന് തൊളിക്കോട് പനൈക്കോട് മേഖലയിലാണ് സംഭവം. 16-കാരനെ സുഹൃത്തുക്കളായ 3 പേർ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി സമീപത്തെ വാഴത്തോട്ടത്തിൽ എത്തിച്ച ശേഷം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംഭവം പുറത്തു പറയരുതെന്ന് പറഞ്ഞ് കുട്ടിയെ ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. മർദ്ദന ദൃശ്യങ്ങൾ മർദ്ദനമേറ്റ കുട്ടിയുടെ അമ്മയുടെ ഫോണിൽ കിട്ടിയതോടെയാണ് വിവരം പുറത്തായത്. വീഡിയോ കണ്ട മാതാപിതാക്കൾ ആര്യനാട് പോലീസിൽ പരാതി നൽകി. എറണാകുളം കാക്കനാട് തെങ്ങോട് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ്സുകാരിക്ക് നേരെ നായക്കുറിന പൊടിയെറിഞ്ഞ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ജുവനൈൽ നിയമപ്രകാരം സഹപാഠികളായ 5 വിദ്യാർത്ഥിനികൾക്കെതിരെയും BNS നിയമപ്രകാരം സ്കൂളിലെ 2 അധ്യാപകർക്കെതിരെയുമാണ് കേസ്. SSLC പരീക്ഷ പൂർത്തിയായാൽ ഉടൻ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. പെൺകുട്ടിക്ക് പരീക്ഷ എഴുതാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. കേസന്വേഷണത്തിന്റെ പേരിൽ ഫോണിൽ വിളിച്ച് അതിജീവിതയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പോലീസുകാരന് സസ്പെൻഷൻ. അടിമാലി സ്റ്റേഷനിലെ ഗ്രേഡ് SI ആയിരുന്ന PL ഷാജിയെയാണ് എറണാകുളം റേഞ്ച് IG സസ്പെൻഡ് ചെയ്തത്. ബ്രൂവറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. മദ്യവും മയക്കുമരുന്നും വ്യാപകമായിട്ടും വീണ്ടും മദ്യശാലകളും ബ്രൂവറികളും തുറക്കുന്ന ഭരണാധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് സഭാധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി. കായംകുളം പുതുപ്പള്ളിയിൽ തൊണ്ടയിൽ മീൻ കുടുങ്ങി യുവാവിന് ദാരുണാന്ത്യം. തയ്യിൽ തറയിൽ അജയൻ സന്ധ്യ ദമ്പതികളുടെ മകനായ ആദർശാണ് മരിച്ചത്. കരട്ടി എന്ന മത്സ്യമാണ് വായിൽ കുടുങ്ങിയത്.
കുളം വറ്റിച്ച് മീൻ പിടിക്കുന്നതിനിടെ കിട്ടിയ മീനിനെ കടിച്ചു പിടിച്ചപ്പോൾ മീൻ ഉള്ളിലേക്ക് പോവുകയായിരുന്നു. കണ്ണൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകൻ മരിച്ചു. കണ്ണൂർ മൊകേരിയിലെ ശ്രീധരനാണ് മരിച്ചത്. ഇന്നലെ രാവിലെ കൃഷിയിടത്തിൽ പോയപ്പോഴായിരുന്നു കാട്ടുപന്നി ആക്രമണം. രാവിലെ 9 മണിയോടെയായിരുന്നു ആക്രമണം. നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ കാട്ടുപന്നി കുത്തുന്നതാണ് കണ്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു. പിന്നീട് പന്നിയെ പ്രദേശത്തെ തോട്ടത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തി. ആശാവർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമായി ആന്ധ്രാപ്രദേശ്. 30 വർഷം സർവീസ് പൂർത്തിയാക്കിയ ആശമാർക്ക് 1.5 ലക്ഷം രൂപയാണ് ഗ്രാറ്റുവിറ്റി നൽകുക. ഇതോടൊപ്പം ആശമാർക്ക് 180 ദിവസം മെറ്റേണിറ്റി ലീവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെറ്റേണിറ്റി ലീവ് കാലാവധിയിൽ ആശാവർക്കർമാർക്ക് 60,000 രൂപ ശമ്പള ഇനത്തിലും നൽകും. ഹരിയാനയിൽ കോൺഗ്രസ് പ്രവർത്തകയുടെ മൃതദേഹം സ്യൂട്ട് കേസിൽ കണ്ടെത്തി. റോഹ്തക് ജില്ലയിലെ ബസ് സ്റ്റാൻഡിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. യൂത്ത് കോൺഗ്രസ് റോഹ്തക് ജില്ലാ വൈസ് പ്രസിഡന്റായ 22-കാരി ഹിമാനി നർവാളാണ് കൊല്ലപ്പെട്ടത്. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് നിഗമനം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഹരിയാനയിലെത്തിയപ്പോൾ സജീവ സാന്നിധ്യമായിരുന്നു ഹിമാനി. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. 2 വോട്ടർമാർക്ക് ഒരേ തിരിച്ചറിയൽ കാർഡ് നമ്പർ വന്നതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. തിരിച്ചറിയൽ നമ്പർ മാത്രം നോക്കിയല്ല, മറിച്ച് ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കിയാണ് വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഉയർന്ന അളവിൽ ബാക്ടീരിയ സാന്നിധ്യമുള്ളതിനാൽ ബീഹാറിലെ പല സ്ഥലങ്ങളിലും ഗംഗാനദിയിലെ വെള്ളം കുളിക്കാൻ അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയതായി 2024-25 ബീഹാർ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. മഹാകുംഭമേളയ്ക്കിടെ പ്രയാഗ്രാജിലെ പല സ്ഥലങ്ങളിലും അമിതമായ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കാരണം ജലത്തിന്റെ ഗുണനിലവാരം കുത്തനെ ഇടിഞ്ഞെന്നും കുളിക്കാൻ യോഗ്യമല്ലെന്നും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ബീഹാറിലെ റിപ്പോർട്ട് പുറത്തുവന്നത്. ഉത്തരാഖണ്ഡ് ഹിമപാതത്തിൽ മരണം 8. കാണാതായ അവസാന തൊഴിലാളിയുടെയും മൃതദേഹം ഇന്നലെ വൈകുന്നേരത്തോടെ കണ്ടെത്തി. തെർമൽ ഇമേജ് ക്യാമറകളും പ്രത്യേക പരിശീലനം ലഭിച്ച നായ്ക്കളെയും എത്തിച്ചായിരുന്നു തെരച്ചിൽ. 3ാം ദിവസമാണ് രക്ഷാദൌത്യം അവസാനിപ്പിച്ചത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ബോർഡ് അംഗമായിരിക്കെ ഓഹരി വിപണി തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ മുൻ മേധാവി മാധവി പുരി ബുച്ചിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ 5 മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാൻ മുംബൈ പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ നൌഷേര ജില്ലയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ജിഹാദ് എന്നറിയപ്പെടുന്ന ഇസ്ലാമിക് മതപാഠശാലയുടെ പള്ളിയിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അഫ്ഗാൻ താലിബാൻ നേതാക്കൾ പഠിച്ചിരുന്ന നൌഷേരയിലെ അഖോറ ഖട്ടക് ടൗണിലെ സെമിനാരിയായ ദാറുൽ ഉലൂം ഹക്കാനിയ സ്കൂൾ മേധാവി മൗലാന ഹമീദ് ഉൽ ഹക്കാനിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. റമദാൻ പ്രമാണിച്ച് ഈ വർഷവും സൗദി അറേബ്യയിലെ തടവുകാർക്ക് പൊതുമാപ്പ്. സൽമാൻ രാജാവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മാപ്പ് നൽകാനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. പബ്ലിക് റൈറ്റ് പ്രകാരം ശിക്ഷിക്കപ്പെട്ട് കഴിയുന്നവരെയാണ് മാപ്പ് നൽകി മോചിപ്പിക്കാനും സ്വദേശങ്ങളിലേക്ക് തിരിച്ചയക്കാനുമുള്ള നടപടികൾ ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ചത്. റമദാനിൽ വിശ്വാസികളുടെ തിരക്ക് വർദ്ധിക്കുന്നത് പ്രമാണിച്ച് മക്കയ്ക്കും മദീനയ്ക്കുമിടയിൽ സർവീസ് നടത്തുന്ന ഹറമൈൻ എക്സ്പ്രസ് ട്രെയിനുകളിലെ സീറ്റ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള റമദാനിലേക്കുള്ള പ്രവർത്തന തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയെന്ന് സൗദി അറേബ്യൻ റെയിൽവേ അറിയിച്ചു. റമദാനിൽ മക്കയ്ക്കും മദീനയ്ക്കുമിടയിലെ യാത്രയ്ക്ക് ഏകദേശം 16 ലക്ഷം സീറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 18% വർധനവാണിത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള വിവാദ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ബ്രിട്ടനിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിക്ക് വൻ സ്വീകരണമൊരുക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഓവൽ ഓഫീസിലെ കൂടിക്കാഴ്ചയ്ക്കിടയിൽ ട്രംപിൽ നിന്ന് നേരിടേണ്ടി വന്നത് ആക്രോശമായിരുന്നെങ്കിൽ ബ്രിട്ടനിൽ സെലൻസ്കിയെ കാത്തിരുന്നത് പ്രധാനമന്ത്രി സ്റ്റാർമറുടെ ആലിംഗനമായിരുന്നു. ഗാസ മുനമ്പിലേക്കുള്ള സഹായങ്ങൾ എത്തിക്കുന്നത് തടഞ്ഞ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ്
ഗാസയ്ക്കുള്ള സഹായങ്ങൾ ഇസ്രായേൽ തടഞ്ഞത്. വെടിനിർത്തൽ കരാർ നീട്ടിയില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് മുന്നറിയിപ്പ് നൽകി. പക്ഷി ഇടിച്ചതിനെ തുടർന്ന് ആകാശമധ്യത്തിൽ എഞ്ചിന് തീപിടിച്ച ഫെഡെക്സ് കാർഗോ വിമാനം അടിയന്തരമായി ഇറക്കി. ന്യൂജേഴ്സിയിലെ നെവാർക്ക് ലിബർട്ടി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം. ചിറകിൽ തീജ്വാലകളുമായുള്ള വിമാനത്തിന്റെ ദൃശ്യം പുറത്തുവന്നു. രഞ്ജി ട്രോഫി കിരീടം വിദർഭയ്ക്ക്. കേരളത്തിനെതിരായ ഫൈനൽ സമനിലയിൽ അവസാനിച്ചെങ്കിലും ആദ്യ ഇന്നിംഗ്സിലെ ലീഡിന്റെ മുൻതൂക്കത്തിലാണ് വിദർഭ കിരീടം നേടിയത്. വിദർഭയുടെ മൂന്നാം രഞ്ജി കിരീടമായിരുന്നു ഇത്. വിദർഭയുടെ രണ്ടാം ഇന്നിംഗ്സ് 9-375 എന്ന നിലയിൽ നിൽക്കെ സമനിലയ്ക്ക് ഇരു ക്യാപ്റ്റന്മാരും സമ്മതിക്കുകയായിരുന്നു. സ്കോർ വിദർഭ 379, 375-9, കേരളം 342. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ചരിത്രത്തിലാദ്യമായി ഫൈനൽ മത്സരത്തിനർഹരായി റണ്ണറപ്പായ കേരള ടീമിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വൻ സ്വീകരണം ഒരുക്കുന്നു. കേരള ടീം ഇന്ന് രാത്രിയോടെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ്, സെക്രട്ടറി വിനോദ് എസ് കുമാർ എന്നിവർ ടീമിനെ തിരികെ കൊണ്ടുവരാൻ നാഗ്പൂരിലെത്തിയിട്ടുണ്ട്. നാളെ നടക്കുന്ന അനുമോദന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കും. ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ന്യൂസിലാൻഡിനെ 44 റൺസിന് കീഴടക്കി ഗ്രൂപ്പ് ജേതാക്കളായി ഇന്ത്യ. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസെടുത്തു. അപ്രതീക്ഷിതമായി മുൻനിര തകർന്നപ്പോൾ 4ാം വിക്കറ്റിൽ ഒന്നിച്ച ശ്രേയസ് അയ്യർ, അക്ഷർ പട്ടേൽ സഖ്യമാണ് ഇന്ത്യയെ മാന്യമായ സ്കോറിലെത്തിച്ചത്. ശ്രേയസ് അയ്യർ 79 റൺസെടുത്തപ്പോൾ അക്ഷർ പട്ടേൽ 42 റൺസെടുത്തു. 250 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കിവീസ് 45.3 ഓവറിൽ 205 റൺസിന് ഓൾ ഔട്ടായി. 5 വിക്കറ്റ് എടുത്ത വരുൺ ചക്രവർത്തിയാണ് കിവീസിനെ തകർത്തത്. മാർച്ച് 4 ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന സെമി ഫൈനലിൽ ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. മാർച്ച് 5 രണ്ടാമത്തെ സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡുമായി ഏറ്റുമുട്ടും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.